ഹലോ, സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് രാവിലെ ഒരു 4:45 എഴുന്നേറ്റു. അപ്പോൾ വിചാരിച്ചു കുറച്ച് സമയമുണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തേക്കാം. എന്തായാലും കുറേ നാളായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വോയിസ് ഒക്കെ കൊടുത്ത് ചെയ്യാലോ എന്നൊരു ചെറിയൊരു ആഗ്രഹം തോന്നി കേട്ടോ. അങ്ങനെ വേഗം എടുത്തതാണ്. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വട്ടയപ്പത്തിന് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാനൊരു 1-2 മാസമായിട്ട് എറോബിക്കിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡുഗുവിന് എക്സാം ഉള്ളതുകൊണ്ട് ഡുഗു രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും കോഫി ആക്കി കൊടുക്കാം, രാവിലത്തേക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. 2 പേർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തു, ആരൂനും ഡുഗുവിനും. അപ്പോൾ രാവിലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ 12 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട, 2 പേർക്കും ഇത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതൊന്ന് ആക്കിയത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഡെയിലി പൂരി തന്നെയായിരിക്കും, കുറച്ച് നാളായിട്ട് പൂരി തന്നെയായിരുന്നു, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ വെറും വെയിറ്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്ര ശരിയല്ലാത്തത് തന്നെ ഞാനൊരു കോഫിയും 2-3 ബദാമും ഒക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ വേഗം റെഡിയായി ഡുഗുവിനെ വിളിച്ച് എണീപ്പിച്ചു കേട്ടോ. പിന്നെ കോഫി എടുത്ത് കുടിച്ചു, ബദാമും ഒക്കെ അങ്ങ് കഴിച്ചു, ഡുഗുവിനും എടുത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ വട്ടയപ്പം റെഡിയായി. ഞാൻ വട്ടയപ്പം ഇങ്ങനെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഒഴിച്ചേർന്നത്. കൂടുതലും ഇവിടെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ ഡുഗു എഴുന്നേറ്റ് ഡുഗു ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പഠിക്കാനിരുന്നു. അപ്പോഴത്തേക്കും 5:15 കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ ക്ലാസ്സിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ ഡുഗുവിനൊരു വട്ടയപ്പം വേണമെന്ന് പറഞ്ഞ് അതൊക്കെ ചൂടാറാൻ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ കൊടുത്തു. വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണം കേട്ടോ, കുറേ നാളായില്ലേ ശരീരമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ട്. ആരു ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. ആരും ഒരു 7:15 ആകുമ്പോഴാണ് എഴുന്നേക്കുള്ളൂ. 8:30 സ്കൂളിൽ പോകേണ്ടത്. പിന്നെ വേഗം തന്നെ ഡുഗു കുളിക്കാനൊക്കെ പോയി പഠിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുതായിട്ട് അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നു. 2 പേർക്കും കൊടുത്തു വിടാനായിട്ട്. ഡുഗുന് വേറെ ഒന്നും വേണ്ട, വട്ടയപ്പം മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം എക്സാം കഴിഞ്ഞിട്ട് അവൻ ബസ്സിൽ ഇരുന്നിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അത് വട്ടയപ്പം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് മാത്രം ആക്കിയുള്ളൂ. അപ്പോൾ ആരുവിന് പിന്നെ സ്നാക്സും ലഞ്ചും കൊടുത്തു വിടണം. അപ്പോൾ ലഞ്ചിന് അത് കൊടുത്തു. സ്നാക്സിന് പോപ്പ് മാക്ക് ഇരിക്കുന്നത് കുറച്ച് നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ആരും ഭയങ്കര ഇഷ്ടമാണ്. ആരും ഇടയ്ക്ക് മാതിരി രീതിയിൽ എടുത്ത് പോകുമ്പോൾ ആക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനത് ചോദിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നമ്മൾ പാക്കറ്റിലുള്ള കുറേ ചീസിൻ്റെയും പെപ്പറിൻ്റെയും ഒക്കെ മേടിച്ചിരുന്നു. കൂടുതലും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വേഗം ആക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ 2 പേരുടെയും ലഞ്ചും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരാൾക്ക് എന്താ ഇതൊക്കെ കൊടുക്കുന്നത്, മറ്റൊരാൾക്ക് എന്താ കൊടുക്കാത്തത് എന്ന് തോന്നരുത്. മറ്റൊരാൾ ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളല്ല. ആരുനാണ് ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം കേട്ടോ. ഡുഗുവിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊന്ന് ചീത്ത പറഞ്ഞാൽ 1-2 കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ പാലൊക്കെ തിളപ്പിച്ചു. ഡുഗു പിന്നെ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ വന്ന് പറയുന്നതാണ് കേട്ടോ. കിച്ചണിൽ വന്ന് ഞാൻ ഇങ്ങനെ പഠിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. പിന്നെ ഞാൻ ആരും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേഗം എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എന്നും ഡുഗുവിന് കട്ടൻ ചായ കൊടുക്കാറുണ്ട്. എന്നിട്ട് കുറേ പേര് പറഞ്ഞു കേട്ടോ. വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, അങ്ങനെ കട്ടൻ ചായ കൊടുത്ത് ശീലിപ്പിക്കരുത്, എന്ത് ചെയ്താൽ അവൻ മാറ്റാറില്ല. പിന്നെ ഇപ്പോൾ രാവിലെ അത് കാരണം പാലൊക്കെ കുടിച്ച് തുടങ്ങി കേട്ടോ. പാലും 2-3 പോപ്പക്കും മതി എന്ന് പറഞ്ഞു കഴിക്കാനായിട്ട്. അതൊക്കെ കുടിച്ചിട്ട് ഡുഗു പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഒരു 6:55 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 7 മണിക്കാണ് അവന് ബസ് വരുന്നത്. ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു ബൈയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കയറി വന്നിട്ട് പിന്നെ വേഗം തന്നെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഡെയിലി പുറത്ത് തുടച്ചിടാറൊന്നുമില്ല, അടിച്ചു വാരിയിടും. പിന്നെ നമ്മൾ മുകളിൽ 4 പേരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ബാക്കി 2 സ്ഥലത്തും ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാറിയാണ് എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വയ്യ അല്ലെങ്കിൽ മറ്റേ ആൾക്ക് വയ്യെങ്കിൽ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സഹകരണമുള്ളൊരു നൈബേഴ്സിനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു 6:30 ആവും എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ഡുഗുവിന് 7 മണിക്കൊക്കെ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനാവും, രാവിലെ വേഗമൊന്നും ആക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതോർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മാധുരി ദീദിയുടെ അടുത്ത് പറയുമോ, താഴത്തെ നേരത്തെ മഞ്ജു ദീദി ആരതി ദീദി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം അവർ നമുക്ക് ആക്കി കൊണ്ടേ തരട്ടോ. അതിനെന്താ ലേറ്റ് ആയെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആരു ബേബി എഴുന്നേറ്റു. ഞാനും അപ്പോൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലെ വിളക്കും കൊളുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞാനല്ല രാവിലെ വിളക്ക് കൊളുത്തുന്നത്, രജിയണ്ണാണ്. രജിയൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് ഏറ്റെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ ഗുരുവായൂരിന്ന് മേടിച്ചൊരു കൃഷ്ണൻ്റെ വിഗ്രഹം കേട്ടോ. നമുക്ക് വിഷുവിൻ്റെ സമയത്തൊക്കെ കണിയൊക്കെ കൊളുത്താൻ നല്ലതല്ലേ. പിന്നെ അതെനിക്ക് രേവതി ചേച്ചി ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ, വരച്ച് തന്നിരുന്നത്. പിന്നെ ആരു ബേബി പാലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് റെഡി ആയിട്ടിരുന്നു. അപ്പോൾ
താങ്ക് യു എന്നൊക്കെ പറയുന്ന കേട്ടോ. ആരും പിന്നെ ഇങ്ങനെ അഹാന കൃഷ്ണൻ്റെ മാതിരി കേട്ടോ, എന്തെങ്കിലുമൊക്കെ കുടിക്കുകയോ അങ്ങനെ കഴിക്കാനോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്രഷൻ ഇടലായിരിക്കും. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് ഷർട്ടൊക്കെ കുട്ടികളുടെ യൂണിഫോം കഴുകാനുണ്ടായിരുന്നു, അത് ഞാൻ മെഷീനിലിടാറില്ല. അത് വേഗം കഴുകി മുകളിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ തിരിച്ച് വന്നിട്ട് ആരുവിനെ കുളിപ്പിച്ച് റെഡിയാക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് വെച്ചു. ഇത് ഇന്നലെ ചേട്ടനും അനിയനും കൂടെ മുകളിൽ ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോൾ ക്ലിപ്പൊക്കെ താഴ്ത്ത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ വേഗം ക്ലിപ്പൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോയി ആര് ബേബീനെ റെഡിയാക്കാനായിട്ട് പോയിട്ടോ. പിന്നെ പോപ്പ് മാക്ക് ഇരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേഗം ഒരു പാത്രത്തിലേക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അത് കുറച്ച് ദിവസമൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഇത് നമ്മുടെ വട്ടയപ്പൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇത് കുറച്ച് മാതിരി ദീദിക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നലെ ദീദി നമുക്ക് നമ്മുടെ സാബുദാനയില്ലേ ചവ്വരി, അതുകൊണ്ട് ഒരു വട ഉണ്ടാക്കി കൊണ്ടു തന്നിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ നെയ്ബേഴ്സൊക്കെ ഓരോന്നൊക്കെ കൊണ്ടേ തരും. അപ്പോൾ അതിനകത്ത് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വട്ടയപ്പം ആക്കിയപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു. കുട്ടികളൊക്കെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വേഗം മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തു വെച്ചു. ഞാൻ കുക്കറിലാണ് വേഗം പുഴുങ്ങാനൊക്കെ എടുത്ത് വെക്കുന്നത്. പിന്നെ ആരും കുളിച്ച് റെഡിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 പോപ്പ് മക്കൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ച് കഴിക്കുന്നത് കണ്ട. എക്സ്പ്രഷൻ ഇടാൻ ആരും മറക്കാറേ ഇല്ല. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അതപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് ടൈം കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം തുണിയും കൂടി അങ്ങ് കഴുകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ആരും കൂടെ തുണി കഴുകാനിട്ടു. പക്ഷേ ആരും എനിക്ക് നല്ലൊരു 8ൻ്റെ പണിയും കൂടെ തന്നായിരുന്നു കേട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് മാറിയ നേരം കൊണ്ട് ആരും അതിനകത്ത് കുറേ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് ഇട്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യിൽ ഉമ്മയൊക്കെ തന്നിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിഹാനുമൊക്കെ റെഡിയായിട്ട് വിളിച്ചു വാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാനും മാതിരി ദീദിയും ഒരുമിച്ചാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളത് വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേർ പഠിക്കുന്ന കാര്യവും എക്സാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ആരുൻ്റെ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്കൊരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞങ്ങൾ എല്ലാ ദീദിമാരും താഴത്തുള്ളവരൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറി വന്നേ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ മുഖ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചായ വേഗം ഉണ്ടാക്കി. പിന്നെ ഒരു വട്ടയപ്പം എടുത്ത് കഴിച്ചു, ഒരു മുട്ട മുഴുകിയതും കഴിച്ചിട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആതിര വന്നിട്ടുണ്ടായിരുന്നു. ആതിര മുരിങ്ങയിലെയും പരിപ്പും ഇട്ടിട്ട് കറി ഉണ്ടാക്കി കൊണ്ടേ തന്നതാണ് കേട്ടോ. ഇന്ന് അവൾ നേരത്തെ കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞ് കൊണ്ടേ തന്നു. പിന്നെ ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി മേളിലിടാനായിട്ട് പോയി. ഇത് മാതിരി ദീദി വളർത്തുന്ന കറിവേപ്പിൻ്റെ തൈയാണ് കേട്ടോ. അതിലെ കറിവേപ്പില മുഴുവനും ഞാൻ തന്നെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മുകളിൽ വന്നപ്പോൾ നമ്മൾ രാവിലെ കഴുകിയിട്ടായിരുന്നു യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടിയായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. തണുപ്പ് മാറി പെട്ടെന്ന് തന്നെയാണ് ഈ തവണ ചൂട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് തന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയായിരുന്നു. ഇതാണ് ആരു ബേബി തന്ന പണി കേട്ടോ. എന്തിനാണ് അവൻ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ രാവിലെ ചെയ്യാറുള്ളൂ. ചോറൊക്കെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വയ്ക്കാറ്. വേറെ ഒന്നുമല്ല, ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കാണ് ചോറും കറിയൊക്കെ വയ്ക്കാറുള്ളൂ. ഇതാണ് ഡുബുവിൻ്റെ സ്കൂൾ കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.